എക്സോർസിസം എന്ന പ്രക്രിയയിലേക്ക് സഭ കടക്കുന്നത് വളരെ ജാഗ്രതയോടെയാണ് എന്നർത്ഥം. ബാധയൊഴിപ്പിക്കലിന് സഭ പ്രധാനമായും 4 ലക്ഷണങ്ങളാണ് ആധാരമാക്കുന്നത്. ഒന്നാമതായി, ഒരിക്കലും പഠിച്ചിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായ പുരാതന ഭാഷകൾ, ഉദാഹരണത്തിന് ലാറ്റിൻ, അരാമിക്, ഗ്രീക്ക് എന്നിവ സ്ഫുടമായി സംസാരിക്കാനുള്ള കഴിവ്. രണ്ടാമതായി, സാധാരണ നിലയിൽ ഒരു മനുഷ്യന് അസാധ്യമായ അമാനുഷിക ശക്തി പ്രകടിപ്പിക്കുക. മൂന്നാമതായി, ആ വ്യക്തിക്ക് അറിയാൻ യാതൊരു സാധ്യതയുമില്ലാത്ത രഹസ്യങ്ങളോ ദൂരെയുള്ള കാര്യങ്ങളോ കൃത്യമായി പറയുക. നാലാമതായി, കുരിശ്, വിശുദ്ധ ജലം, ബൈബിൾ തുടങ്ങിയ വിശുദ്ധ വസ്തുക്കളോടും പ്രാർത്ഥനകളോടും പ്രകടിപ്പിക്കുന്ന കടുത്ത അസ്വസ്ഥതയും വെറുപ്പും. ഈ 4 കാര്യങ്ങളും ഒരു വ്യക്തിയിൽ ഒത്തുവരുന്നുണ്ട് എങ്കിൽ മാത്രമേ അതിനെ ബാധയായി കണക്കാക്കാറുള്ളൂ. എക്സോർസിസം എന്നത് ഒരു പ്രദർശന വസ്തുവല്ല. സഭയുടെ നിയമസംഹിത പ്രകാരം ഭക്തിക്കാൻ നേരിട്ട് പരിശീലനം നൽകിയ വൈദികർക്ക് മാത്രമേ ഇത് നിർവഹിക്കാൻ അനുവാദമുള്ളൂ. ബിഷപ്പിന്റെ പ്രത്യേകമായ രേഖാമൂലമുള്ള അനുമതി ഇതിന് നിർബന്ധമാണ്. 1614 പുറത്തിറക്കിയ റിച്വാലെ റൊമാനും എന്ന ഗ്രന്ഥം 1999 വത്തിക്കാൻ പരിഷ്കരിക്കുകയുണ്ടായി. ഈ പുസ്തകങ്ങളിലെ നിർദ്ദേശങ്ങൾ പാലിച്ചാണ് ചടങ്ങുകൾ നടക്കുന്നത്. ഇത് അതീവ രഹസ്യമായി നടത്തുന്ന ഒരു കർമ്മമാണ്. ഇതിനിടയിൽ ചിത്രങ്ങളോ വീഡിയോകളോ പകർത്തുന്നത് സഭ കർശനമായി നിരോധിച്ചിട്ടുണ്ട്. ആ വ്യക്തിയുടെ അന്തസ്സിനും സ്വകാര്യതയ്ക്കും അവിടെ വലിയ പ്രാധാന്യമുണ്ട്. ബാധയൊഴിപ്പിക്കൽ നടക്കുമ്പോൾ വൈദികന് സഹായിയായി പരിചയസമ്പന്നരായ ആളുകളും ചിലപ്പോൾ ഒരു മെഡിക്കൽ പ്രൊഫഷണലും ഒപ്പമുണ്ടാകും. പ്രാർത്ഥനകളും ബൈബിൾ വായനയും വിശുദ്ധ ജലം തളിക്കലുമാണ് ഇതിൻ്റെ പ്രധാന ഭാഗങ്ങൾ. ചില സന്ദർഭങ്ങളിൽ മണിക്കൂറുകളോ ദിവസങ്ങളോ മാസങ്ങളോ നീണ്ടു നിൽക്കുന്ന പ്രക്രിയയാണിത്. ഇത് സിനിമകളിൽ കാണുന്നത് പോലെ പെട്ടെന്ന് അവസാനിക്കുന്ന ഒന്നല്ല. ഈ മേഖലയിൽ ഏറ്റവും പ്രശസ്തനായ വ്യക്തിയായിരുന്നു അന്തരിച്ച ഫാദർ ഗബ്രിയേൽ അമോർത്ത്. വത്തിക്കാൻ്റെ ചീഫ് എക്സോർസിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. ആയിരക്കണക്കിന് ബാധയൊഴിപ്പിക്കൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയിട്ടുമുണ്ട്. അദ്ദേഹം തൻ്റെ പുസ്തകങ്ങളിൽ വിവരിക്കുന്ന അനുഭവങ്ങൾ ഇന്നും പലരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്നും ആണി, ഇരുമ്പ് കഷ്ണങ്ങൾ എന്നിവ പുറത്തു വരുന്നതും വായുവിൽ ഉയർന്നു പൊങ്ങുന്നതുമെല്ലാം അദ്ദേഹം ദൃക്സാക്ഷിയായി വിവരിക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം അത്ഭുതങ്ങളെക്കാൾ ഉപരിയായി ഒരു മനുഷ്യനെ ആത്മീയമായ തടവറയിൽ നിന്നും മോചിപ്പിക്കുക എന്നതാണ് അദ്ദേഹം മുൻഗണന നൽകിയിരിക്കുന്നത്. ആധുനിക ശാസ്ത്രം എല്ലാത്തിനെയും തലച്ചോറിലെ രാസമാറ്റങ്ങളായി കാണുമ്പോൾ ശാസ്ത്രത്തിനും അപ്പുറം ചിലതുണ്ടെന്ന് വിശ്വാസികൾ കരുതുന്നു. എക്സോർസിസം എന്നത് വെറുമൊരു ഹൊറർ കഥയല്ല, മറിച്ച് മനുഷ്യൻ്റെ ആത്മീയ പോരാട്ടങ്ങളുടെ നേർചിത്രമാണ്.